നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലമാണ് മലമ്പുഴ. ഈ മലമ്പുഴ ജില്ലയിൽ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള A. സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മലമ്പുഴയിൽ പോളിംഗ് ശതമാനം വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും മലമ്പുഴയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ പോളിംഗ് ആയിരുന്നു നടന്നത്. തുടക്കത്തിൽ തന്നെ ഇവിടെ 2 തവണ BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് BJP 2ാം സ്ഥാനത്താണ്. ഈ VSനൊപ്പം വർഷങ്ങളോളം താങ്കൾ ഒപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ VSനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. പ്രതികൂലമായി ബാധിച്ചില്ല എന്ന് മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളാണ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം യഥാർത്ഥ ഇടതുപക്ഷം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇത്തവണ UDFന്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം CPMനെ അത്രത്തോളം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി മലമ്പുഴയിലും ഉറപ്പായിട്ടും CPMന്റെ വെറുത്ത ആളുകൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും യഥാർത്ഥ ഇടതുപക്ഷവും UDFനൊപ്പം നിൽക്കും, UDFന് ജയിപ്പിക്കും. ഈ വർഷങ്ങളായിട്ട് CPM ആണ് മലമ്പുഴയിൽ സിറ്റിംഗ് MLA ഒക്കെ ആയിട്ട് CPMന്റെ ആളുകളാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, CPMനകത്ത് ഈ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്കും ഒക്കെ എതിരായിട്ടുള്ള വോട്ടെടുപ്പാണ് ഇത്തവണ കേരളത്തിലാകെ നടന്നത്. അതോടൊപ്പം തന്നെ മലമ്പുഴയിൽ നിന്നിട്ടുണ്ട്. മലമ്പുഴ ചരിത്രപ്രസിദ്ധമായൊരു മണ്ഡലമാണ്. മലമ്പുഴയിൽ EK നായനാർ ജയിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദൻ 4 തവണ ജയിച്ചിട്ടുണ്ട്, ശിവാസ് മേനോൻ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിഹാസതുല്യരായിട്ട് ആളുകൾ ജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലം ഇത്തവണ UDFനൊപ്പം നിൽക്കും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ UDFനൊപ്പം നിൽക്കും, UDFനെ വിജയിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ LDF സ്ഥാനാർത്ഥിയുടെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ കുടിവെള്ളത്തിന് വേണ്ടി കളക്ടർക്ക് പരാതി നൽകിയ ആളുകളുടെ അടുത്ത് വളരെ പരുഷമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലേ? അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDFന്റെ MLAക്കെതിരെ അതിരൂക്ഷമായ ആളുകളുടെ പ്രതികരണമാണ് എനിക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആളുകളോട് മോശമായി പെരുമാറുക, ധാർഷ്ട്യത്തോടെ പെരുമാറുക. കുടിവെള്ളം 8 പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് കുടിവെള്ള ക്ഷാമ രൂക്ഷമുള്ള 8 പഞ്ചായത്താണ് മലമ്പുഴ മണ്ഡലത്തിലുള്ളത്. മാത്രമല്ല, ഒരു വികസന പദ്ധതികളും പൂർത്തിയാക്കാത്ത നിലയിലാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു വികസന പദ്ധതി ഇദ്ദേഹം കൊണ്ടുവന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, മലമ്പുഴയിൽ എന്താണ് വികസനം നടന്നത്? മലമ്പുഴ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് മലമ്പുഴയുടെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന പൂന്തോട്ടമാണ്. പൂന്തോട്ടം അടച്ചുപൂട്ടിയിട്ട് 8 മാസമായി. അതുപോലെ തന്നെ പാലങ്ങൾ, നിരവധി പാലങ്ങൾ, റോഡുകൾ ഒന്നും പൂർത്തിയാക്കാതിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം, ഒരു പഞ്ചായത്തിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഈ MLAക്ക് കഴിഞ്ഞിട്ടില്ല. ഈ BJPയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഈ പാലക്കാട് ജില്ലയിൽ 12-ൽ 6 സീറ്റുകൾ അവർ നേടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ BJPക്ക്? ഒരിക്കലുമില്ല. BJPക്ക് പാലക്കാട് നിന്നൊരു സീറ്റ് കിട്ടില്ല, തർക്കമില്ല കാര്യത്തിൽ. മലമ്പുഴയിൽ അവർ പിറകോട്ട് പോയി അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. മലമ്പുഴയിലെ മത്സരം LDFും UDFും തമ്മിലാണ്. പാലക്കാട് പോലെ തന്നെ UDF വിജയിക്കും, മലമ്പുഴയും UDF വിജയിക്കും. അപ്പോൾ പൂർണ്ണമായ പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളുടെ റെസ്പോൺസാണ് ഈ പ്രതീക്ഷയ്ക്ക്. എനിക്ക് കാതൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു റെസ്പോൺസാണ്. എന്തായാലും ഇത്തവണ ചരിത്രത്തിലാദ്യമായി UDF മലമ്പുഴയിൽ വിജയിക്കും. തീർച്ചയായിട്ടും. കാരണം ഇനി ജനങ്ങൾ മനസ്സിലൊളിപ്പിച്ച ആ ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു വിജയി ആരാണെന്ന് അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള A. സുരേഷ് ഉള്ളത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.